മലയാളികൾക്ക് യാതൊരു വിശേഷണവും കൂടാതെ ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവുന്ന ഒരു വ്യക്തിയാണ് ഇപ്പം എൻ്റെ കൂടെയുള്ളത്. കാഞ്ചനമാല. മുക്കം എന്ന പേരും മൊയ്തീൻ എന്ന പേരും കാഞ്ചനമാല എന്ന പേരൊക്കെ മലയാളികൾക്ക് അത്രയും സുപരിചിതമാണ്. കാഞ്ചനടുത്ത് ഇപ്പം ഏകദേശം 42 വർഷമായി. തിരിഞ്ഞു നോക്കുമ്പോഴേ ഇപ്പം കാഞ്ചനടുത്തെ ജീവിതം, മൊയ്തീനോടൊത്തുള്ള ജീവിതം, അതിന് ശേഷമുള്ള ജീവിതം, സിനിമ വന്നതിന് ശേഷമുള്ളതൊക്കെ മലയാളികൾക്ക് ഏറെക്കുറെ അറിയാവുന്നതാണ്. എനിക്ക് പറയേണ്ടത്, കാഞ്ചനടുത്തേക്ക് പ്രായം കൂടിക്കൊണ്ട് വരികയാണ്, ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഇടപെടുന്നുണ്ട്. ഇപ്പം തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിരാശ തോന്നുന്നുണ്ടോ? നമ്മുടെ പ്രവർത്തനത്തിനെ കുറിച്ചാണ് പറയുന്നത്, അല്ല നിങ്ങളുടെ ലൈഫിനെ കുറിച്ചിട്ട്. ലൈഫിനെ കുറിച്ച് മൊയ്തീനില്ല എന്നുള്ളതൊന്നും നിരാശയില്ലേ? ആ ഒരു നിരാശ അല്ല, ഈ രീതിയിൽ മൊയ്തീന് വേണ്ടിയിട്ട് ജീവിതം ഒഴിഞ്ഞു വെച്ചു എന്നുള്ളത്. മൊയ്തീൻ്റെ പ്രവർത്തനങ്ങൾ, മൊയ്തീന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സേവനം മൊയ്തീൻ്റെ ലക്ഷ്യമാണല്ലോ, ആ ലക്ഷ്യം നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ നിരാശ എന്ന് പറഞ്ഞത് ഈ തിരക്കിൻ്റെ ഇടയിലും അത്രയും ചെയ്യാൻ കഴിയുന്നു എന്നുള്ള ഒരു എന്താ പറയുക, കഴിയുന്നു എന്നുള്ളൊരു ആശ്വാസമാണ് പലപ്പോഴും തോന്നുന്നത്. ഒരുപക്ഷെ ഈ സിനിമ വന്നിരുന്നില്ലെങ്കിൽ ആളുകൾ എന്നെ അറിയില്ലല്ലോ, അപ്പോൾ ഇത്ര തിരക്ക് വരില്ല. തിരക്ക് വരാൻ കുറേ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയും. പക്ഷേ ഈ തിരക്കാണ് നമ്മുടെ ജീവിതത്തിനെ കുറച്ച് ആക്കുന്നത് എന്ന് കൂടെ മറന്നു പോകും പാട്ടിലല്ലോ. ശബ്ദമല്ല, പനിയായിരുന്നു. പനി കഴിഞ്ഞിട്ടുള്ളൂ. കഴിഞ്ഞാലും ചൂടുവെള്ളത്തിലല്ല കുടിക്കുക, പച്ചവെള്ളത്തിലാണ് കുടിക്കുക. ഓക്കെ. ഇപ്പം സിനിമ വന്നു കഴിഞ്ഞ ഉടനെ ഒരുപാട് ആളുകൾ നിത്യ സന്ദർശനം ഉണ്ടായിരുന്നു. ഇപ്പൊ സന്ദർശനത്തിന്റെ രീതി എങ്ങനെയാണ്? നന്നായി ആളുകൾ വരുന്നുണ്ടോ? ഇന്നിപ്പോൾ എത്ര സന്ദർശകർ വന്നു? ഇന്നും വന്നു. ആ സന്ദർശനം ഇപ്പോൾ ഒരു ഉദ്ഘാടനം കഴിഞ്ഞ് എത്തിയതാണ് ബാങ്കിൻ്റെ. എത്തിക്കഴിയുമ്പോൾ ഇവിടെ നിറയെ ആൾക്കാരാണ്. അത് കഴിഞ്ഞ് ഞാൻ ഊണ് കഴിക്കാൻ പോയത് ഇപ്പോഴാണ്. അപ്പോഴത്തെ ഒരു കൂട്ടം സ്ത്രീകൾ, അപ്പോൾ സ്ത്രീകളിലപ്പോൾ ഓരോരുത്തരെയും വെയിറ്റ് ചെയ്യിക്കാൻ പറ്റില്ല, അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അത് കഴിഞ്ഞപ്പോൾ കോളേജ് സ്റ്റുഡൻസ്, ആ സ്റ്റുഡൻസ്, തമാശ പ്രസിഡൻ്റാണ്. അപ്പം ഇപ്പോഴും അങ്ങനെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരുപാട് ആളുകൾ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ചെറുപ്പക്കാരൊക്കെ ഞങ്ങൾ ചെറുതാകുമ്പോൾ കേട്ടതാണെന്ന് പറഞ്ഞിട്ട് പിന്നെ കണ്ട് പിന്നെ ഓരോരുത്തർ കാണുമല്ലോ. വരുന്ന കുട്ടികൾക്ക് എന്ത് കാര്യം അറിയേണ്ടത്? പിന്നെ കാഞ്ചനടുത്തിൻ്റെ പ്രണയത്തെക്കുറിച്ചാണ് അവരൊക്കെ ചോദിക്കാറുള്ളത്. പ്രണയത്തെക്കുറിച്ചല്ല, ഭാഷ. അപ്പോൾ ഭാഷ ഇവിടെ പുസ്തകത്തിലുണ്ടല്ലോ. നിങ്ങൾ പിന്നെ രണ്ടുപേരും വന്ന് പരസ്പരം കത്തുകൾ കൈമാറാൻ ഉപയോഗിച്ചത് നിങ്ങൾ സ്വയം കണ്ടെത്തിയ ഒരു ഭാഷ ഞാനാണ് ഉണ്ടാക്കിയത്. മൊയ്തീൻ ഉണ്ടാക്കിയ ഭാഷ ഹോണിലാണ്. ഹോൺ അതാണ് നമുക്ക് ഏറ്റവും ഉപകാരപ്പെട്ടത്. ഇത് ആരെങ്കിലും പുസ്തകത്തിൽ എഴുതി വെക്കുന്ന ആരെയും കാണണ്ടേ, കാണുമ്പോഴേ കൊടുക്കാൻ പറ്റുള്ളൂ വിശ്വസ്തരെ. അങ്ങനെയും പറ്റും, മറ്റേതല്ലല്ലോ ഹോണടിച്ച് ഇങ്ങനെ പോവാമല്ലോ. ഞാനിവിടെ എത്തിയിരിക്കുന്നു. അത് സിനിമയിൽ പറയുന്നുണ്ട്. അത് ഓരോ ഹോണടിയുടെയും അർത്ഥം എന്തായിരുന്നു? എങ്ങനെയാണ് മെസ്സേജ് പാസ് ചെയ്യല്? ഇങ്ങനെ അതെങ്ങനെയായിരുന്നു ഹോണടിയുടെ മെസ്സേജ്? പറഞ്ഞുതരാം, ഞാൻ കാണിച്ചു തരാം. ഹോണടി ഇപ്പോൾ ഒരു ശബ്ദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഹോൺ വരിക, ഒരു പീന്നില്ല ഹോണാന്ന് വിചാരിക്കുക. മൊയ്തീനിൽ പിന്നെ ബാംഗ്ലൂർ പിന്നെ മാതൃഭൂമിൻ്റെ സ്പോർട്സ് ലേഖനായപ്പോൾ എപ്പോഴും മിക്കവാറും ഇവിടെ ഉണ്ടാവില്ലല്ലോ. വന്നു കഴിഞ്ഞാൽ ഞാനറിയാം, കാരണം അപ്പം ഉണ്ടാവും ശബ്ദം. ഒരു പീന്നുള്ള ആരെങ്കിലും വണ്ടി പിടിച്ചിട്ടാണ് മൂപ്പര് ഇതാക്കുക, സ്വന്തം വണ്ടി ഇല്ലല്ലോ. അപ്പോൾ പീന്നാണെങ്കിൽ പീന്ന് കിട്ടും. പിന്നെ പി 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 അങ്ങനെ വന്നാൽ ഞാനിവിടെ ഉണ്ട് എത്തിയെന്ന് അറിയാം. പിന്നെ കോഴിക്കോട്ട് പോവുകയാണെങ്കിൽ ഇപ്പം പേയാണ് വിചാരിക്കുക, വേറെ ഒരാളെ ഓണായിരിക്കും പറ്റും. പേന്നാണെങ്കിൽ പേന്ന് കിട്ടും, പേ പേ അങ്ങനെ പോരും. അപ്പോൾ കോഴിക്കോട്ട് പോവുകയാണ്. പിന്നെ ഇത് രണ്ടടിച്ചാൽ, ഷോർട്ട് രണ്ടടിച്ചാൽ, അതായത് ഇപ്പം പി വെച്ചാൽ പി 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 അങ്ങനെ പോകുമല്ലോ. അങ്ങനെ അടിച്ചാൽ എറണാകുളം രണ്ടടിക്കുമ്പോൾ. മൂന്നടിക്കുമ്പോൾ തിരുവനന്തപുരം പോവുകയാണ്. നാലടിക്കുമ്പോൾ ബാംഗ്ലൂർ പോവുകയാണ്. അഞ്ചടിക്കുമ്പോൾ ഹൈദരാബാദ് പോവുകയാണ്. ആറടിക്കുമ്പോൾ ഡൽഹി പോവുകയാണ്. ഏഴടിക്കുമ്പോൾ കൽക്കത്തയ്ക്ക് പോവുകയാണ്. പിന്നെ എട്ടടിക്കുമ്പോൾ മറ്റ് സ്റ്റേറ്റിലാണ് ഉണ്ടാവുക. പിന്നെ 9 ഇല്ല. പിന്നെ 10 അടിക്കുമ്പോൾ അന്ന് എഴുതിയിരുന്നത് അമേരിക്കയിലേക്ക് പോകാനാണ്. അവിടെ പോയിട്ട് അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഫ്രണ്ട്സ് വിളിക്കുന്നുണ്ട്. അത് പോവുകയാണെങ്കിൽ 10 ഷോട്ട് ഓർമ്മിച്ചോളണം. അങ്ങനെ എഴുതിയിട്ട് വളരെ വിശ്വസ്തനായ എൻ്റെ കുടുംബത്തെ തന്നെ പറ്റിയ
ഏറ്റവും അടുത്തല്ല, അമ്മേൻ്റെ കുടുംബത്തിലുള്ള പറ്റുന്ന ഒരാളെടുത്ത് കൊടുത്തയച്ചിട്ടാണ് ഇത് കിട്ടിയത്. അതാരും മനസ്സിലാക്കിയില്ല. പിന്നെ സിനിമക്കാർക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തതായിരുന്നു. നിങ്ങളെ സന്ദർശിക്കാൻ വരുന്ന കുട്ടികളിലെ പ്രണയ ജോഡികൾ ആരെങ്കിലും വരാറുണ്ടോ? വന്ന് മിനിഞ്ഞാന്ന് വന്നു. വിവാഹിതരാണോ അല്ലെ പ്രണയതാക്കളാണോ? പ്രണയ ജോഡികളാണ്. അവരെന്താ വന്ന് ചോദിക്കുന്നത് പറയുന്നതൊക്കെ? വീട്ടുകാർ സമ്മതിച്ചിട്ടില്ലായിരുന്നു, അവസാനം സമ്മതിച്ചു പറഞ്ഞു. ഏറ്റവും പിന്നെ ഒരു കല്യാണം നടത്തി കൊടുക്കേണ്ട ഗതിയോട് വന്നു. എനിക്ക് നടത്താനുള്ള സമ്മതം വാങ്ങി. മലപ്പുറം ജില്ലയിലാണ്. പിന്നെ അവർ രണ്ടാളും പ്രണയമായിട്ട് 7 വർഷമായി. പഠിക്കുന്ന കാലത്ത് തുടങ്ങിയ പ്രണയം 7 വർഷമായി. പക്ഷേ വീട്ടിൽ സാമ്പത്തികം ഒരേപോലത്താണ്, തറവാട് ഒരേപോലത്താണ്, എല്ലാം ഒരേപോലത്തെ. പക്ഷേ ഉമ്മ സമ്മതിക്കുന്നില്ല. പെൺകുട്ടിയുടെ ഉമ്മ? പെൺകുട്ടീൻ്റെ ഉമ്മ. ഉമ്മ അല്ല, ആൺകുട്ടീൻ്റെ ഉമ്മ സമ്മതിക്കുന്നില്ല. ആൺകുട്ടീൻ്റെ ഉമ്മയെ സമ്മതിക്കാത്തത്. ഞാൻ ഓന് പെണ്ണ് കാണില്ല, ഓനല്ല, ഞാൻ ആ പെണ്ണ് കണ്ടത്. അത് ഉമ്മേൻ്റെ ജോലിയാണ്. അതുകൊണ്ട് ഓൻ കണ്ട പെണ്ണിനെ കൊണ്ടുവരില്ല. അപ്പം ബാപ്പ സമ്മതിച്ച്. ബാപ്പേനോട് പറഞ്ഞ് അതിനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവൻ ഞാൻ പോക്കും. അപ്പോൾ ഇതൊരു കരുത്ത സ്ത്രീയോട് ബാപ്പ പിടിച്ച്. ഉമ്മ മരിക്കില്ലേ. അപ്പം ബാപ്പ വേണ്ടാന്ന് വെച്ച്. വേണ്ടാന്ന് വെച്ചിട്ട് ഇപ്പം ഒരു കൂട്ടം ആൾക്കാർ വന്നതില്ല. ഒരു മാത്രം ഭയങ്കര സൈലൻറ്റും എന്തോ ഒരു ദുഃഖത്തിൻ്റെ മുഖം. ഞാൻ ചോദിച്ചു ഇവനെന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഈ കഥ പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഉമ്മയ്ക്ക് ഫോണുണ്ടോ ചോദിച്ചു. ഉമ്മ സിനിമ കണ്ടിട്ടുണ്ടോ ചോദിച്ചു. അപ്പം മറ്റവർ പറഞ്ഞു ഉമ്മ സിനിമ കണ്ടിട്ട് കരച്ചിലും പിടിച്ചിലും ഇരുന്നു. ഭയങ്കര കരച്ചിൽ. ആരോടും പറഞ്ഞു വരുന്നവരോടൊക്കെ പറയും കരയും അങ്ങനെ. അപ്പം ഞാൻ പറഞ്ഞു ഉമ്മക്ക് ഫോണുണ്ടോ ചോദിച്ചു. ആ വീട്ടിൽ ഫോൺ ഉമ്മക്കുള്ളതാണ്. അതിന് ഫോൺ നമ്പർ വാങ്ങി ഉമ്മയ്ക്ക് വിളിച്ചു. ഉമ്മയ്ക്ക് വിളിച്ചപ്പോൾ ഉമ്മ ആരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കാഞ്ചനമാല. ആര്? കാഞ്ചനമാല, പാർവതിയല്ല, ശരിയായ കാഞ്ചനമാല പറഞ്ഞു. അയ്യോ. അപ്പോൾ പിന്നെ ബദിരിങ്ങളെ ആരൊക്കെയോ വിളിച്ചിട്ട് പറഞ്ഞു അയ്യോ ഞാൻ ആ സിനിമ കണ്ടിട്ട് കരഞ്ഞു പോയി. അപ്പോൾ എന്തായാലും പിന്നെ ഭയങ്കര ഇന്നും പോയില്ല എൻ്റെ മനസ്സിൽ നിന്ന്, നെഞ്ചിൽ നിന്ന് എന്തൊക്കെയോ പറഞ്ഞു. അപ്പം ചോദിച്ചാൽ അതെന്താ ഉമ്മ, അത് സിനിമ കണ്ടിട്ട് ഇത്രമാത്രം കരയാനുണ്ട്? അല്ല നിങ്ങൾക്ക് രണ്ടാൾക്കും ഒന്നിക്കാൻ കഴിഞ്ഞില്ലല്ലോ. അപ്പോൾ എനിക്ക് വേണ്ട പോയിൻ്റ് വന്ന്. അപ്പം ഞാൻ പറഞ്ഞേ ഉമ്മ അപ്പോൾ സ്നേഹിക്കുന്നവർ ഒന്നിക്കണം എന്ന് ഉമ്മ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ പിന്നെ അപ്പോൾ ഞാൻ ചിലപ്പം ഉമ്മയുടെ ഒരു മകൻ പിന്നെ ഫ്രണ്ട്സ് വന്നിരുന്നു ഇവിടെ. ഉമ്മേൻ്റെ മകൻ്റെ ഫ്രണ്ട്സ്. മകൻ വളരെ നിരാശയിലാണ്. അങ്ങനെ അവൻ സ്നേഹിച്ച കുട്ടീനെ കൊണ്ടുവരാൻ ഉമ്മ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം മിണ്ടുന്നില്ല. അപ്പം ഉമ്മ അപ്പോൾ അവൻ സ്നേഹിച്ചതല്ലേ, അവരൊന്നിക്കേണ്ടതല്ലേ ചോദിച്ചു. അപ്പോഴും മിണ്ടുന്നില്ല. പക്ഷേ ഫോൺ വെച്ചിട്ടില്ല. ടിറ്റിന്നുള്ള ശബ്ദം, വീട്ടിലത്തെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നുകൂടി എന്താ ഉമ്മ മിണ്ടാത്തതെന്ന് വെച്ച്. അവസാനം കുറേ നേരം കഴിഞ്ഞിട്ട് പറഞ്ഞു ശരി ഞാൻ സമ്മതിക്കുക, നിങ്ങൾ പറഞ്ഞതല്ലേ ഞാൻ സമ്മതിക്കുന്നത്. അതൊരു വല്ലാത്ത അനുഭവമാണല്ലോ. അപ്പം എന്തേ പറഞ്ഞു ഇവർ ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ശരി ഉമ്മ, വളരെ സന്തോഷമായി സ്നേഹിക്കുന്നവർ ഒന്നിക്കന്നെ വേണം ഉമ്മ എന്നൊക്കെ പറഞ്ഞ് ഉമ്മേനെ ഒരു സോപ്പിട്ട് വെച്ചിട്ട് അവിടെ. പെട്ടെന്ന് അത് ഈ കുട്ടികളുടെ ചിന്ത എന്തേ. ഞാൻ പറഞ്ഞു ഉമ്മ സമ്മതിച്ച്. ഞങ്ങളന്ന് മാളികേൻ്റെ മുകളിൽ, അതൊക്കെ ഉടക്കം പൊളിച്ചിട്ടല്ലേ, മാളികേൻ്റെ മുകളിലാണ് 3-ാം നിലയിൽ. മാളിക വീണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പയ്യന്മാരൊക്കെ കൂടെ ചാടുക, നൃത്തക്കുത്തം ചാടുക. സംഭവം കിട്ടിയില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ ഉമ്മ എൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ പറഞ്ഞതാണോന്ന് അറിയൂ. അത് വീട്ടിൽ പോയി അറിഞ്ഞതിന് ശേഷം പറയുന്നത്. അങ്ങനെ പിറ്റേന്ന് വൈകുന്നേരം ആകുമ്പോൾ വിളിച്ച് സമ്മതിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ ആ കല്യാണം കഴിഞ്ഞില്ല എന്നൊന്ന് പറഞ്ഞ പെണ്ണിനെ കൊണ്ട് അവൻ ഇവിടെ വരേണ്ടതല്ലേ, വന്നിട്ടില്ല, ഇതുവരെ വന്നിട്ടില്ല. കാണുന്ന പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാഞ്ചനടുത്ത് ഒരു കല്യാണത്തിന് വേണ്ടി ശ്രമിച്ചിട്ട് ആ പ്രണേതാക്കൾ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരിവിടെ കാഞ്ചനടുത്തിന്റെ അടുത്തേക്ക് വരണം എന്നാണ് അത് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എതിർത്തെങ്കിൽ ഫ്രണ്ട്സ് തന്നെ വന്ന് പറയല്ലോ. പിന്നെ കണ്ടില്ല. നമ്മളറിയുന്ന കുട്ടികളല്ലേ ഇങ്ങനെ വരുന്നത്. ഏതായാലും കല്യാണം നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഉമ്മനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ കാഞ്ചനടുത്തേക്ക് സാധിച്ചു എന്നുള്ളതാണ്. വേറൊരു കൂട്ടർ വന്നിരുന്നു ഫ്രണ്ട്സ്. ഇവനിങ്ങനെ വേറൊരു മോൻ്റെ സ്നേഹിക്കുന്നു. അവൻ്റെ ബാപ്പ എന്തായാലും സമ്മതിക്കുന്നില്ല. അപ്പം ഞാൻ അവരോട് ഈ കഥ പറഞ്ഞേ. ഉമ്മ സമ്മതിച്ചല്ലോ. അതേപോലെ ബാപ്പേൻ്റെ നമ്പർ. എൻ്റെ ബാപ്പയ്ക്ക് ഫോണൊന്നുമില്ല. അതൊരു കണ്ടാമൃഗ. ഫ്രണ്ട്സ് അറിയാം, അതൊരു കണ്ടാമൃഗ. അമ്മ അയാളോട് സംസാരിക്കില്ലേ, അമ്മേനെ ചീത്ത പറയും ഫോണിൻ്റെ കൂടെ സംസാരിച്ചാൽ. ഫോണുണ്ട് വീട്ടിൽ, മറ്റേ ഫോണുണ്ട്, ലാൻഡ് ഫോണുണ്ട്.
അമ്മ അയാൾ പറയുന്നു അമ്മേനെ ഇതാക്കും, അതുകൊണ്ട് അമ്മ സംസാരിക്കാനേ പോണ്ട, അങ്ങനത്തെ കണ്ടാമുറുകാന്ന് പറഞ്ഞു. അത് പരാജയപ്പെട്ട് സംസാരിച്ചില്ല. സംസാരിക്കേണ്ട പിള്ളേർ പറയുമ്പോൾ അത്രയും വൃത്തിയായിട്ട ആളായിരിക്കുമല്ലോ, ഭീകരനായിരിക്കുമല്ലോ. അതെ അതെ അതെ. ഇതൊന്നും ഇന്റർകാസ്റ്റ് ആയിരുന്നില്ല, ഒരേ സമുദായത്തിൽപ്പെട്ട ആളുകൾ. ഒരേ സമുദായത്തിൽപ്പെട്ട് ഒരേ ഇതുള്ളത്. പക്ഷേ മകൻ അങ്ങനെ സ്നേഹിക്കാൻ പാടില്ല, അതാണ് ഒരു പോയിന്റ്. അച്ഛനും അമ്മയും കാണേണ്ടതാണ്, വാപ്പയും അമ്മയും കാണേണ്ടതാണ്, അതാണ്. പക്ഷെ അപ്പോഴും പിന്നെ നമ്മുടെ സാധാ കവി പറഞ്ഞോണം, പ്രണയത്തിനൊന്നും എതിരുണ്ടാവുമല്ലോ. ഉണ്ടാവും, പ്രണയത്തിനെതിരുണ്ടാവും. പക്ഷെ അപ്പോഴേ ഒരു പിന്നെ മാതാപിതാക്കളുടെ കണ്ണിലൂടെ നോക്കുന്ന സമയത്ത്, നമ്മൾ മാതാപിതാക്കളുടെ പ്രായം, അവരുടെ ചിന്ത, അവരുടെ ബുദ്ധി, അവർ കുട്ടികളെ വളർത്തിക്കൊണ്ടുവന്ന രീതിയൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് കുട്ടികളെ ഈ രീതിയിൽ പ്രണയവുമായിട്ട് ഒരു നിലക്കും യോജിക്കാൻ പറ്റില്ല എന്ന് കരുതിയിട്ട് അവരെ വേർതിരിക്കാൻ ശ്രമിക്കുന്നത് ഒരിക്കലും ആ കുട്ടികളോടുള്ള വെറുപ്പ് കൊണ്ടോ അല്ലല്ലോ, അവർക്ക് അത്രയും ഇഷ്ടമുള്ളതുകൊണ്ടാണല്ലോ ചെയ്യുന്നത്. അതിനെ കാഞ്ചനടുത്ത് എങ്ങനെ നോക്കി കാണുന്നത്? മാത്രമല്ല, മാതാവിക്ക് കുട്ടികളോട് ഇഷ്ടമല്ല, വളർത്തിക്കൊണ്ടുവന്ന കുട്ടികൾ ഞങ്ങൾ പറഞ്ഞത് കേൾക്കണമെന്ന സ്വാർത്ഥത കൂടെ മാതാപിതാക്കളിലുണ്ട്. അത് നമ്മൾ മറന്നു പോകുന്നുണ്ട്, മനസ്സിലായല്ലേ? ഒരേ ചിന്താഗതിയല്ല. നേരെ മറിച്ച് ഇപ്പോൾ ഒരു ഹിന്ദു മുസ്ലിം, ഞാനും മുസ്ലിം മൊയ്തീനും ഒക്കെ പോലുള്ളതാണെങ്കിൽ എതിർക്കാം, അതിനൊരു റീസൺ ഉണ്ട്. അതൊന്നും ഇല്ലാത്ത റീസൺ എന്ന് പറയുന്നത് സ്വാർത്ഥതയാണ്. മാതാപിതാക്കളും ഏറ്റവും വലിയ സ്വാർത്ഥത ആരാച്ചാൽ മാതാപിതാക്കളാണ് ലോകത്തിൽ.